ഇന്ന് നമുക്കൊരു ബാങ് ഷ്രിംപ് ടാക്കോ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഷ്രിംപ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഷ്രിംപാണ്. അത് നമുക്ക് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഐസൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഫ്രീസറിലോട്ട് തിരിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ തലയൊക്കെ കളഞ്ഞ് അതിനകത്ത് വെയിനൊക്കെ കളഞ്ഞിട്ട് വരുന്ന ഷ്രിംപാണ്. നമ്മൾ ഹോൾ ഷ്രിംപാണെങ്കിൽ അതിൻ്റെ ആ വെയിൻ എടുത്ത് കളയണം. ഇതിൻ്റെ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പണികളേ ഉള്ളൂ. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതെല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇത് മൂന്നും ഇട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് ഉണ്ടാക്കിയാൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇതിന് വേണ്ട അതൊരു ബാറ്ററിനകത്ത് അല്ലെങ്കിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബാറ്ററല്ല, ജസ്റ്റ് കോൺഫ്ലോറിനകത്താണ്. അപ്പോൾ അത് വറുത്താണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിരുന്ന ഷ്രിംപ് കോൺഫ്ലോറിനകത്തൊന്ന് മുക്കുക. അതിനുശേഷം മുട്ടവെള്ളയ്ക്കകത്തൊന്ന് മുക്കിയിട്ട് പിന്നെ വീണ്ടും കോൺഫ്ലോറിനകത്ത് ഒന്നുകൂടെ ഒന്ന് മുക്കണം. അപ്പോൾ 2 പ്രാവശ്യം കോൺഫ്ലോർ ഇതുപോലെ മുക്കിയെടുക്കണം. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആകുന്നത്. അതെല്ലാം നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ആണിത് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇതൊന്നുകൂടെ മറിച്ചിടുക. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് വെന്ത് വരും. അപ്പോൾ അത് ഓയിലിൽ നിന്നും ഹൈ ഫ്ലെയിം ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നമ്മൾ പിടിക്കാതിരുന്നോളൂ അങ്ങനെ എടുക്കുമ്പോഴത്തേനും. അതിനുശേഷം ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു സോസ് ഉണ്ടാക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് മയോനൈസാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹോട്ട് സോസ് ഉണ്ടല്ലോ, ഹാട്ട് സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഹാട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസ്. ഇത് മൂന്നുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസ് ഇടുമ്പോഴാണ് അതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ടാക്കോ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കി അതേ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ടാക്കോയ്ക്കകത്ത് ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ടാക്കോസാണ് കേട്ടോ. അത് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഷ്രിംപൊക്കെ കുറച്ച് വലുതായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈറ്റ് സൈസ് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കഴിക്കാൻ റെഡി ആക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ ഇത് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് തണുത്ത് പോകും. അപ്പോൾ ഇത് സോസ് എല്ലാം റെഡിയാക്കി നമ്മളിങ്ങനെ ടാക്കോയ്ക്കകത്തോട്ട് ഓരോന്നിനകത്ത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഷ്രിംപ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ് കൂടെ ചേർക്കുക. ഇത് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവനോട് എന്നാ ഫുഡ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേനും അവനാണ് പറഞ്ഞത് അവന് ഈ ബാങ് ഷ്രിംപ് ടാക്കോ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടാക്കോ തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.